കൗണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ നമ്മുടെ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റയുടെ ആൾട്രോസ് ഡാർക്ക് എഡീഷനിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. ഡാർക്ക് എന്നുണ്ടെങ്കിൽ ഇത് ടെർബോ ചാർജ് എഞ്ചിനാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾട്രോസിന് പല വേരിയൻറ്റ് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഐ ഓൾട്രോസ് ഉണ്ട്, അതേപോലെ CNG, പിന്നെ ടെർബോ പവേർഡ് വന്നിട്ടുണ്ട്, സാധാ വന്നിട്ടുണ്ട്, ഡാർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെർഷൻസിൽ ഈ ആൾട്രോസ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 2021 മോഡൽ 22 രജിസ്റ്റേർഡ് ആയിട്ടുള്ള നല്ല ഉഗ്രൻ ആൾട്രോസാണ്. കാര്യമായിട്ട് കിലോമീറ്റർ ഒന്നും ഓടിയില്ല. എത്ര കിലോമീറ്റർ ഓടി ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ ജസ്റ്റ് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. സ്റ്റോക്ക് കണ്ടീഷൻ എന്നൊക്കെ വേണ്ടി എടുത്ത് പറയാം. കാരണം ഡാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എവിടെ നോക്കിയാലും ഫുള്ള് ഡാർക്കാണ്. ഈ ഇൻറ്റീരിയേഴ്സ് ആയാലും ഫുള്ള് കറുത്തായിരിക്കണം. ഞാൻ കാണിച്ചു തരാം ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഫുള്ള് കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, എയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാരണം എവിടെയൊക്കെ ചെറിയ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. വാഹനം കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടി ഒരുപാട് ടാറ്റ ആൾട്രോസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു ഡാർക്ക് എഡീഷനായിട്ട് വന്നേക്കുന്നത്. ഡാർക്ക് എഡീഷൻ ടാറ്റ ആൾട്രോസിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ആൾട്രോസിലേക്ക് വരുമ്പോൾ 21 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. 22 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷനാണ് വണ്ടി. ഡാർക്ക് എഡീഷൻ ടെർബോ ചാർജ് പവേർഡ് എഞ്ചിനാണ് വന്നേക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെർബോ എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് ഈ വാഹനം. ബാക്കിൽ തന്നെ അതിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ഫാൻസി നമ്പർ നോക്കണം 4555. പിന്നെ വണ്ടി ഡാർക്ക് എഡീഷൻ എന്ന് പറയുമ്പോൾ തന്നെ എവിടെ നോക്കിയാലും നിങ്ങൾ ഡാർക്ക് ഉണ്ടാവും. വണ്ടി ഒരു കറുത്തൊരു സംഭവം വന്ന് ലാൻഡ് ചെയ്ത് വെക്കണ പോലെയാണ് നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് ഡാർക്കാണ്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആയാലും ഡാർക്ക് സംഭവങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഡാർക്കിൻ്റെ ഒരു #, കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ആ ഒരു 360 വ്യൂ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. കണ്ടോ, നമുക്കിനി വീലാർച്ചിലേക്കും എയർ കണ്ടീഷനിലേക്ക് പോകാം. വീലാർച്ച് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് കാണാം. നല്ല ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അലോയ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ, ഒറിജിനൽ ടാറ്റയുടെ അലോയ്സ് തന്നെ വരുന്നുണ്ട്. അതേപോലെ നമുക്കിനി വിൻഷീൽഡിലേക്ക് പോകാം. വിൻഷീൽഡിലായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് കാണാൻ പറ്റും. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ബോണറ്റിലേക്ക് വരാം. ബോണറ്റിലായാലും യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ നമുക്ക് കിട്ടുന്നില്ല. ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സൊക്കെ ആ ഒരു സ്മോക്കി ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. അതാണ് ഈ വാഹനത്തിന് വേറെ പ്രത്യേകത. അതേപോലെ നമുക്കിനി ബമ്പേഴ്സിലേക്ക് നോക്കാം. ബമ്പേഴ്സ് ആയാലും നല്ല നീറ്റ് അടിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും ലാമ്പ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ചിലേക്ക് പോകാം. ഈ വീലാർച്ച് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീലാർച്ച് കാണാൻ പറ്റും. ഗ്രിപ്പ് കുറച്ച് കുറവുള്ള ടയേഴ്സ് കാണാൻ പറ്റും. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോർ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് കിട്ടുന്നുണ്ട്. യാതൊരു രീതിയിലും ഡാമേജൊന്നും നമുക്ക് ഡോർസിൽ കിട്ടുന്നില്ല. അതേപോലെ ഇനി വീലാർച്ചിലേക്ക് പോകാം. ഈ വീലാർച്ച് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീലാർച്ച് കാണാൻ പറ്റും. കുറച്ച് ഗ്രിപ്പ് കുറവുള്ള ടയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അലോയ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സൈഡ് പോർഷനൊക്കെ നോക്കാം. ബാക്കിൽ ടെയിൽ ലാമ്പിലേക്ക് വരാം. ടെയിൽ ലാമ്പിൽ ചെറിയൊരു സ്മോക്കി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിനി വിൻഷീൽഡിലേക്ക് പോകാം. വിൻഷീൽഡിലായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് കാണാൻ പറ്റും. ഡീഫോക്കസ് വരുന്നുണ്ട്. റിയറിൽ വൈപ്പർ വരുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ബമ്പേഴ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ചിലേക്ക് പോകാം. ഈ വീലാർച്ച് ആയാലും നീറ്റ് അടിക്കുന്ന വീലാർച്ച് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പോൾ ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് വെച്ചപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് ഫുള്ള് ബ്ലാക്ക് തീമിലാണ് പോയേക്കണത്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല നീറ്റ് അടിക്കുന്ന സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. കമ്പനി സീറ്റ്സാണ് വന്നേക്കണം. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബ്രീത്തബിൾ സീറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഡാഷ്ബോർഡൊക്കെ നോക്കാം. ഡാഷ്ബോർഡ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ വാഹനത്തിൻ്റെ കിലോമീറ്റേഴ്സാണ്. 44,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതേപോലെ നമുക്ക് ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സീറ്റ്സ് നോക്കാം. റിയറിലെ സീറ്റ്സ് നോക്കാം. റൂഫ് നോക്കാം. മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എവിടെ നോക്കിയാലും ഡാർക്ക് തീമാണ് വന്നേക്കണം. അതാണ് ഈ വാഹനത്തിന് വേറെ പ്രത്യേകത. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്രൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിയിൽ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല നീറ്റ് അടിക്കുന്ന സീറ്റ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ന്യായമായിട്ടുള്ള ലെഗ് റൂം നിൽക്കുന്നുണ്ട്. റിയറിൽ നമുക്ക് ചാർജിങ് പോർട്ട്, AC വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ പണ്ട് തുടങ്ങി അറിയാമല്ലോ, നമുക്ക് 90 ഡിഗ്രിയിൽ ഡോർസ് ഓപ്പണബിളാണ്. അത് ആൾട്രോസിൻ്റെ വേറൊരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങൾ ചെക്ക് ചെയ്തേക്കാം. എഞ്ചിൻ സ്ലീവർ നോക്കിയാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടെർബോ എഞ്ചിനാണ് വന്നേക്കണേ.
വണ്ടി പെട്രോളാണ്, അതിന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ടർബോ ചാർജറാണ് വന്നേക്കണേ. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് നോക്കാം, എല്ലാവിധ ക്വാളിറ്റി നമുക്ക് നിലവിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ബാറ്ററി നോക്കാം, ബാറ്ററി ആയാലും പവർഫുൾ ബാറ്ററിയാണ്. എഡ്ജസൊക്കെ നോക്കാം, എഡ്ജസ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. ഇവിടെയും നമുക്ക് എഡ്ജസ് നോക്കാം. ലിഡിലേക്ക് പോയേക്കാം, ലിഡ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. കേട്ടോ, ക്യാമറ ഒന്ന് സ്ലോയിലൊന്ന് മൂവ് ചെയ്തേക്കാം. കേട്ടോ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം, ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്പേസുള്ള ബൂട്ടാണ്. കേട്ടോ, പിന്നെ വണ്ടി നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു, അതാണ് വേറെ പ്രത്യേകത. പാർസൽ ട്രേ വരുന്നുണ്ട്, പാർസൽ ട്രേ നീറ്റായിട്ട് പാർസൽ ട്രേ കാണാൻ പറ്റും. എഡ്ജസിലേക്ക് പോയേക്കാം, എഡ്ജസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. കേട്ടോ, ഇവിടെ നോക്കാം. ലിഡിലേക്ക് പോയേക്കാം, ലിഡ് ആയാലും നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. ഓക്കെ, ഇനി ടയേഴ്സിലേക്ക് പോവാം. ടയേഴ്സ് ഫുൾ ഗ്രിപ്പ് വെക്കുന്ന ടയേഴ്സാണ്, യാതൊരു രീതിയിലുള്ളൊരു തേയ്മാനം കാര്യങ്ങളും സംഭവിച്ചല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്ന് നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടതാണ് 2021 മോഡൽ 22 രജിസ്റ്റർ ആയിട്ടുള്ള ഈ ഒരു ടാറ്റ ആൾട്രോസ് ഡാർക്ക് എഡിഷൻ. അപ്പോൾ ഇത് ടെർബോ പവർഡായിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ്. നല്ല പവർ നിൽക്കണം, അല്ലെങ്കിൽ നല്ല കാലം കൊടുത്തിട്ട് ഈ വണ്ടി നല്ല ഒറ്റ പോകാം. നമ്മൾ ഈ GT വാഹനങ്ങളൊക്കെ ഓടിയില്ല, ആ രീതിയിലുള്ള ചാർജ് നമുക്ക് ഈ വാഹനത്തിന് കിട്ടും. അതാണ് ഈ വാഹനത്തിന് വേറെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റാണ്. റേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഡാർക്ക് എഡിഷനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഓൺ റോഡ് പ്രൈസൊക്കെ 12 lakhs മുകളിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ, ഈ വാഹനം ഫുൾ ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ നിലവിൽ കസ്റ്റമറിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7.5 ലക്ഷം രൂപയുള്ളൂ, 7.25 lakhs. അത് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ വോയിസോ മെസ്സേജ് അയച്ചേക്കാം, റിപ്ലൈയും കാര്യങ്ങളും തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.